ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അതിരാവിലെ തൊട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഒരു 10 മണി ഒക്കെ ആയിട്ടുണ്ട്. അതിരാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങി എണീറ്റ് കുറച്ച് നേരം ഒന്ന് സ്ലോ ആയിരിക്കും കേട്ടോ കാര്യങ്ങളൊക്കെ. 10-10:30 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ നമ്മുടെ ലോണ്ട്രി കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ ലോണ്ട്രി ചെയ്യും എന്തായാലും. അപ്പം തലേദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിലാണല്ലോ തുണിയൊക്കെ അലക്കിയിട്ടിരുന്നത്. അത് ഞാൻ അകത്തോട്ട് വയ്ക്കും, ഇങ്ങനെ ഒരുപാട് കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ പിറ്റേ ദിവസം നല്ല വെയിൽ തന്നെയായിരുന്നു. അപ്പം അത് പയ്യെ ഉന്തിത്തള്ളി പുറത്ത് കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു റൂമിൻ്റെ പിക്കപ്പാണ് കേട്ടോ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മെസ്സി ആവുന്ന ഒരു ബെഡ്റൂമാണിത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തുണികളൊക്കെ വിരിച്ചിടുന്ന ബാൽക്കണി, തുണിയൊക്കെ എടുത്തിട്ട് കൊണ്ടിടുന്നത്, പിന്നെ അതുപോലെ ഒരുപാട് ബുക്സ് ഉണ്ട്. ആ ബുക്സ് എല്ലാം ഈ റൂമിലാണ് വെച്ചേക്കുന്നത്. അങ്ങനെ ഒരുവിധം പെട്ടെന്ന് മെസ്സിയാവും. പിന്നെ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന റൂം എന്ന് പറയുമ്പോൾ മോനാണ് മെയിൻലി ഈ ഒരു റൂം യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു 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 കോമൺ ആയിട്ട് വരുന്നൊരു റൂം, അങ്ങനത്തെ ഒരു റൂമാണ് കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഏത് റൂം ചെയ്തില്ലെങ്കിലും ഈ ഒരു റൂമിൻ്റെ ഒരു ക്വിക്ക് ക്ലീനിങ് എല്ലാ ദിവസവും ചെയ്യും. അതല്ലെങ്കിൽ ഭയങ്കര മെസ്സിയായി പോകും കേട്ടോ. പിന്നെ പ്ലാന്റ്സൊക്കെ തന്നെ ഞാനൊന്ന് ശ്രദ്ധിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്ലാന്റിന് എന്തോ കാര്യമായ അസുഖം വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ നമ്മളുടെ വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ള സൊല്യൂഷനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ കണ്ടിട്ട് അത്ര നല്ലൊരു രീതിയിലല്ല അത് നിൽക്കുന്നത്. എന്തായാലും അതൊരു സങ്കടമാണ്. കാരണം ഞാനിപ്പോൾ ഈ അടുത്ത് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു ക്ലൈംബർ പ്ലാന്റ് ആണ് കേട്ടോ. അത് ഞാൻ പടർത്തിയൊക്കെ ആ ഗ്രില്ലിൽ പടർത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലവറൊക്കെ വന്നു. പക്ഷേ ഇതിൻ്റെ ഈ ഒരു അസുഖം കാരണം നമുക്കൊരു പേടിയുണ്ട്. ഇത് കറക്റ്റായിട്ട് ഇനി വരുമോ അതോ ചെടി പോവോ. എന്തായാലും നമുക്ക് DIY ആയിട്ട് വിനീഗറൊക്കെ ചേർത്തിട്ടുള്ള സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പം നമുക്ക് ചെടി കിട്ടില്ല. എന്തായാലും നോക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം മോൻ്റെ 5th സ്റ്റാൻഡേർഡിലോട്ടുള്ള ബുക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. ബുക്സും യൂണിഫോമും ഒക്കെ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ്. കവറ് കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബുക്സും ലാംഗ്വേജും എല്ലാം തന്നെയൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയും മലയാളവും ഒക്കെ ഇത്തിരി ടഫായിട്ട് തന്നെയാണ് തോന്നുന്നത്. CBSE വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നല്ല പോലെ ടഫായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. മലയാളം ബുക്സ് കിട്ടിയിട്ടില്ല. മലയാളം, സയൻസ്, കമ്പ്യൂട്ടറൊന്നും കിട്ടിയിട്ടില്ല. അതിനിപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. ബാക്കി എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം തന്നെ ഒന്ന് ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. മാത്സൊക്കെ ഏതൊക്കെ പോർഷൻസ് വരുന്നുണ്ട്, നമുക്കതറിയാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ അന്ന് തന്നെ യൂണിഫോമിൻ്റെ മെറ്റീരിയലും വാങ്ങിച്ചു. അപ്പോൾ കോവിഡ് ടൈം ആയപ്പോഴത്തേനും നമ്മൾ ഓൾറെഡി മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ യൂണിഫോമിൻ്റെ കളറ് മാറ്റി, പാൻറ്റിൻ്റെ കളറ് മാറ്റി. അപ്പോൾ നമ്മൾ വീണ്ടും വാങ്ങേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ഇനി തയ്ക്കാനൊക്കെ കൊടുക്കണം. ആ ഒരു സമയം കൊണ്ട് ഞാൻ ആ റൂമിൻ്റെ പിക്കപ്പൊക്കെ ഒന്ന് കഴിച്ചു. തുണി മടക്കാനുണ്ട് കേട്ടോ. ലോണ്ട്രി ഒരു ചെയറിനകത്ത് ആക്കി വെച്ചിട്ടുള്ളൂ. അത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ പതുക്കെ മടക്കുന്നുള്ളൂ. എന്തായാലും ഇന്ന് തന്നെ ചെയ്ത് തീർക്കും. അപ്പോൾ ആമസോണിൽ നിന്ന് ഒരു ഐറ്റം ആ ഒരു സമയത്ത് വന്നു കേട്ടോ. ഞാൻ കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ച ഒരു ഐറ്റമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് കിട്ടിയപ്പോൾ നല്ലൊരു എക്സൈറ്റഡ് ആയിരുന്നു അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാം. അന്ന് എന്തായാലും വ്ളോഗ് എടുക്കുന്നതാണല്ലോ. അപ്പോൾ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും അല്ലേ, ഞാനിങ്ങനെ ഫേവറേറ്റ് ഐറ്റം എന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എന്താണ് ഐറ്റം എന്ന്. യെസ്, ഇതാണ് ആ ഐറ്റം. നിങ്ങൾ ഓർക്കും എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്ന്. ഇതാ കാണുന്ന പോലെ
നമ്മുടെ ഗ്ലാസ് കണ്ടെയ്നറാണ്, പക്ഷേ ഗ്ലാസ് കണ്ടെയ്നർ വിത്ത് ഡിവിഷൻസാണ്. അപ്പോൾ ഞാനിതൊരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം ഇപ്പം നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് 2 പാത്രത്തിലാക്കി ഇച്ചിരിയൊക്കെയല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അത് 2 പാത്രത്തിലാക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ എന്നിട്ട് നെക്സ്റ്റ് ഡേ ഈ ഒരു പാത്രം എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഇതിൽ എടുത്ത് വയ്ക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് മീൽ പ്രിപ്പറേഷൻ ആണെങ്കിലും ചിലപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കിട്ടണമെന്ന്. അപ്പോൾ എന്തായാലും ഞാനത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മട്ടൻ എടുത്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു മട്ടൻ കറി ആക്കണം നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോൾ മോൻ്റെ അസൈൻമെൻറ്റ്സ് ആണ് കേട്ടോ. ഹോളിഡേയ്സിൽ അവർക്ക് സ്കൂളിൽ നിന്ന് കുറേ ഹോംവർക്ക്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ മലയാളം സ്വരാക്ഷരങ്ങളില്ലേ, അത് 5 പ്രാവശ്യം എഴുതുക. അതിൽ ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ടും ഒരു വാക്ക് കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ ആ തൊട്ട് ആ വരെ എഴുതുക. അതുപോലെ ആ വെച്ചിട്ട് അമ്മ, ആന, അങ്ങനെ ഏത് വാക്കുകളാണോ അവർക്ക് കിട്ടുന്നത്. ശരിക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവർ കൊടുക്കുന്ന അസൈൻമെൻറ്റ്സ്. കാര്യം ശരിക്കും കുട്ടികൾക്ക് അതൊരു റിവിഷനാണല്ലോ. പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ ഇങ്ങനൊരു റിവിഷൻ കിട്ടുന്നത് ശരിക്കും നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം ടോയ്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ പണികളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇരിക്കുന്നൊരു ബോക്സിലെ വലിയ സ്റ്റോറേജ് ബോക്സായിട്ട് നമുക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഭയങ്കര വർത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാനാണെങ്കിലും ഇതുപോലെ ബൾക്കായിട്ടുള്ള സ്റ്റോറേജ്, നമ്മളെപ്പോഴും യൂസ് ചെയ്യാത്ത ബ്ലാങ്കറ്റ്സ്, പിന്നെ പഴയ ബെഡ്ഷീറ്റ്സ്, എപ്പോഴും യൂസ് ഇല്ലാത്ത സാധനങ്ങൾ, അതല്ലെങ്കിൽ എപ്പോഴും യൂസ് ഉള്ളതാണെങ്കിൽ കൂടിയും നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്കങ്ങ് ശരിക്കും ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. പക്ഷെ ഒന്ന് ഒതുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് കൂടാതെ തന്നെ ഒരുപാട് യൂസസ് ഉണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും ഒന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ കുറേ അധികം ബുക്സ് ഉണ്ട്. അപ്പം ബുക്ക് ഷെൽഫ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം ബുക്സ് ഇതുപോലെ ഈ ബാഗ്സിലാക്കിയിട്ട് വെച്ചേക്കാണ്. പിന്നെ കുറേ അധികം ടോയ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പല ടൈപ്പിലുള്ള ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് കബോർഡിലാക്കി വെച്ചിട്ടൊന്നുമില്ല. അപ്പം ഇതെല്ലാം കൂടി ഈ ഒരു ബോക്സിൽ വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ടോയ് ആവശ്യം വരുമ്പോഴത്തേനും ഇതിൽ നിന്ന് എടുത്ത് കുട്ടികൾക്കാണെങ്കിലും എടുക്കുകയും ചെയ്യാം. നോക്കിയാൽ കിട്ടും, അവർക്ക് തിരിച്ചു വയ്ക്കുകയും ചെയ്യാമല്ലോ. ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇതുപോലുള്ള ചെറിയ ബോക്സ് പോലെ വെച്ചിട്ട് ഒരുപാട് കാർഡ് ഗെയിംസ് ഉണ്ട്. ഊനോ, സ്നാപ്പിറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാർഡ് ഗെയിംസ് ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ കാർഡ്സ്, പിന്നെ കുറച്ച് വേർഡ് ഗെയിംസ്, പിന്നെ മോണോപോളി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാർഡ് ഗെയിംസ് ഉണ്ട്. പിക്ചറിക്ക. അപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ ഓരോരോ ബണ്ടിൽസാക്കി വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവർക്ക് എടുക്കാനും എളുപ്പമുണ്ടല്ലോ. പിന്നെ കുറച്ച് നേരത്തെ തന്നെ കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇറച്ചിക്കറിയൊക്കെ നമ്മൾ ഇച്ചിരി നേരത്തെ ആ മസാലയിൽ കിടന്ന് ഗ്രേവിയിൽ കിടന്നാലാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചില്ല, കുറച്ച് നേരത്തെ തന്നെ ചെയ്തു. പക്ഷേ ഈ ദിവസം ഉണ്ടാക്കിയ കറി എനിക്ക് അങ്ങോട്ട് ഫുള്ളി തൃപ്തിയായില്ല. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും അത്ര അങ്ങോട്ട് പോരായിരുന്നു കേട്ടോ. പിന്നെ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പത്തിരി വാങ്ങിച്ചിട്ടുണ്ട്, അപ്പം, പിന്നെ പുട്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാക്കാറ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മളുടെ ഉന്നക്ക പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. നല്ലോണം പഴം വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ പിന്നെ ഉണ്ടാക്കാണ്ട് നിവൃത്തിയില്ല. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ എനിക്ക് ഒരു ടിപ്പ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഉന്നയ്ക്ക പഴം പുഴുങ്ങിയതിന് ശേഷം ചൂടാറുന്നതിന് മുന്നേ തന്നെ അത് ഉടച്ചെടുക്കണം, എന്നാലാണ് പഴം കല്ലിക്കാതെ പോവുള്ളൂ എന്ന്. അതെനിക്ക് ശരിക്കും നല്ല ടിപ്പായിരുന്നു. ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഭയങ്കര സന്തോഷവും തോന്നി അങ്ങനെ ഒരു ഫീഡ്ബാക്കൊക്കെ കിട്ടുമ്പോഴേ. എന്നിട്ട് നമ്മളെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ എന്തൊരു സന്തോഷമാണത്. എന്തായാലും അതിന് ശേഷം ഉണ്ടാക്കിയ ഉന്നയ്ക്ക സൂപ്പറായിരുന്നു. അപ്പോൾ താങ്ക് യു. എനിക്ക് പറഞ്ഞ ആളുടെ പേര് ശരിക്കും പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഉപകാരമായിട്ടോ.
ഇതിന് തൊട്ട് മുന്നേ ഉണ്ടാക്കിയ ഉന്നക്കയിൽ എനിക്ക് പഴത്തിൽ അരിപ്പൊടി ചേർക്കേണ്ടി വന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല കറക്റ്റ് പാകത്തിനാണ് ഞാൻ വേവിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു അരിപ്പൊടി ഒന്നും തന്നെ ചേർക്കേണ്ടി വന്നില്ല. നല്ല കറക്റ്റായിട്ട് ഉരുട്ടി വയ്ക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ദാ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കറി കണ്ടപ്പോഴേ എനിക്ക് ഇച്ചിരി ഡൗട്ട് അടിച്ചു. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും ആ ഒരു ടേസ്റ്റ് കുറവ് ഫീൽ ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വറുത്തരച്ച മട്ടൻ കറിയിൽ നല്ലൊരു എക്സ്പേർട്ടാണ് ഞാൻ. പക്ഷേ ഇപ്പം എന്താണാവോ, ചില ദിവസം അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിച്ച പോലെ റെഡിയാവില്ല. അതെന്തായാലും കുഴപ്പമില്ല. നമുക്കിനി ഓൾവേസ് ദർ ഇസ് എ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം ശരിയാക്കാമല്ലോ അല്ലേ. അപ്പോൾ കറി ഞാനൊരു ബൗളിലോട്ട് വിളമ്പി എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ മൂടിയുള്ള ഗ്ലാസ് ബൗളിലോട്ടായിരിക്കും മിക്കവാറും വിളമ്പി എടുക്കുന്നത്. കാര്യം എനിക്കിതിന് ശേഷം ഈ പാത്രത്തിൽ തന്നെ കുറച്ച് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണമല്ലോ. പിന്നെ ബാക്കി ഇതിലെന്തായാലും കൊള്ളില്ല, ബാക്കി വേറൊരു പാത്രത്തിൽ എന്തായാലും ആക്കും. അപ്പം മിക്കവാറും ഞാൻ വിളമ്പുന്നത് പറ്റുവാണെന്നുണ്ടെങ്കിൽ, എടുത്ത് വെക്കേണ്ട കറികൾ എന്തായാലും മിക്കവാറും ഇങ്ങനെയുള്ള പാത്രങ്ങൾ കയ്യിൽ ആ ഒരു സമയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇതിലായിരിക്കും കേട്ടോ വിളമ്പുന്നത്. അപ്പോൾ നമുക്ക് എടുക്കുന്ന പാത്രത്തിൻ്റെ നമ്പർ നമുക്ക് കുറയ്ക്കാമല്ലോ. പിന്നെ അതുപോലെ വീട്ടിൽ നിന്ന് ജീരകക്കഞ്ഞി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കുറച്ച് എടുക്കുകയാണ്. നോമ്പിന് ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് വയറിനാണെങ്കിലും നമുക്ക് കുടിക്കുമ്പോഴാണെങ്കിലും നല്ലൊരു സുഖമാണ് ജീരകക്കഞ്ഞി കുടിക്കാൻ. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ജീരകക്കഞ്ഞി കുടിക്കാറുണ്ടോ? ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടായി, പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നോമ്പും കൂടിയല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഇനി ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ മാക്സിമം വീഡിയോ എടുക്കാൻ നോക്കാം. പക്ഷെ നോമ്പ് കഴിയാറായി. പക്ഷേ നോമ്പ് കഴിഞ്ഞാലും നമുക്ക് കുടിക്കാൻ നല്ലൊരു ഐറ്റമാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഉടനെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ആക്കി വയ്ക്കുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.